അപേക്ഷ നൽകാതെ വോട്ടർ പട്ടികയിലെ പേര് മാറ്റാൻ ആവശ്യപ്പെടാതെ വാർഡ് മാറ്റിയതിനെതിരെ കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറിക്കെതിരെ പരാതി. കോട്ടക്കൽ നഗരസഭയിലെ 16-ാം വാർഡിലെ വോട്ടറായ ചീനിക്കൽ റഷീദാണ് പരാതിക്കാരൻ. ഇദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മകന്റെയും പേരുകൾ 18-ാം വാർഡിലേക്ക് മാറ്റിയെന്നാണ് പരാതി. ചീനിക്കൽ റഷീദിന്റെ തറവാട് കോട്ടക്കൽ നഗരസഭയിലെ 16-ാം വാർഡിലെ പണിക്കർകുണ്ടിലാണ്. ഇദ്ദേഹം 18-ാം വാർഡിൽ മറ്റൊരു വീട് പണിതിട്ടുണ്ടെങ്കിലും വോട്ടർ പട്ടിക 16-ാം വാർഡിൽ തന്നെ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിനൊപ്പം ഭാര്യ സുഹറയുടെയും മകൻ റാഷിദിന്റെയും വോട്ടുകൾ 18-ാം വാർഡിലെ പട്ടികയിലാണ് വന്നിരിക്കുന്നത്. 16-ാം വാർഡിലെ പട്ടികയിൽ നിന്ന് ഇവ നീക്കം ചെയ്തിട്ടുമുണ്ട്. 18-ാം വാർഡിലേക്ക് വോട്ടുകൾ മാറ്റുന്നുണ്ടോ എന്ന അന്വേഷണം വന്നപ്പോൾ അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞിരുന്നുവെന്നും തന്റെ അറിവോ അനുവാദമോ ഇല്ലാതെ കെട്ടിട വിശദാംശങ്ങൾ ഓൺലൈനിൽ നിന്നെടുത്ത് തന്റെ ഒപ്പില്ലാതെ മറ്റാരാണ് അപേക്ഷ നൽകിയതെന്നും ഇതിന് നഗരസഭാ സെക്രട്ടറി കൂട്ടുനിന്നുവെന്നും റഷീദ് പറയുന്നു. ഇതൊന്ന് ലോഗിൻ ചെയ്യണ്ടേ? ഈ ലോഗിൻ എങ്ങനെ ചെയ്തു? എനിക്കൊരു OTP ഒന്നും വരാതെ എൻ്റെ വീടിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ വീടിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ എടുത്തിട്ടാണ് ഈ ഫയലിൽ വെച്ചിട്ടുള്ളത്. സെക്രട്ടറി എന്താ പറയുന്നത്? സെക്രട്ടറി പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുത്താൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും അറിയില്ല. അപ്പം നിങ്ങളൊന്നും അറിയാതെ എങ്ങനെ നിങ്ങൾ ഒപ്പിടല്? എൻ്റെ ഒരു അപേക്ഷകൻ്റെ ഒപ്പില്ലാതെ എങ്ങനെ സെക്രട്ടറി ഒപ്പിടല്? അതാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഈ ഗൗരവമാണ് എനിക്കുള്ളത്. ഇത് സർട്ടിഫിക്കറ്റ് എങ്ങനെ എൻ്റെ അനുവാദം ഇല്ലാതെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നഗരസഭാ സെക്രട്ടറിക്കെതിരെ തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർക്കും ഇലക്ഷൻ കമ്മീഷനും മലപ്പുറം കളക്ടർക്കും പോലീസിനും റഷീദ് പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ 57 വോട്ടിന് LDF ജയിച്ച വാർഡാണിത്. ഈ വാർഡ് ജയിക്കാൻ നഗരസഭ ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്ന് കൗൺസിലർ മുഹമ്മദ് ഹനീഫ ആരോപിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ അനുഭാവികളാണ് അവര്. അതുകൊണ്ടാണല്ലോ അവരെ വോട്ട് ഇവിടുന്ന് മാറ്റിയിട്ടുള്ളത്. ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ലീഗാണ്. ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരെ വോട്ടാണ് ഇവിടെ. പിന്നെ ഓൾറെഡി വേറെ ഒരു ഫാമിലിന് മാറ്റിയിട്ടുണ്ട്. ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറി തയ്യാറായില്ല. പരാതി അന്വേഷിച്ച് ജോയിന്റ് ഡയറക്ടർ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ന്യൂസ് 18 മലപ്പുറം.